ഒടുവിൽ ഷൈനിയുടെ അപ്പന് ജീവൻ വെച്ചു. നോബിക്കെതിരെ കേസിൽ കക്ഷി ചേർന്നു. ഒടുവിൽ ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് അച്ചായന് അനക്കം വെച്ചു. തൻ്റെ മകളായ ഷൈനിയുടെയും കൊച്ചുമക്കളുടെയും മരണത്തിന് മുഖ്യ കാരണക്കാരനായ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഷൈനിയുടെ വീട്ടുകാർ ഇതുവരെയായി ഒരു പരാതി പോലും നൽകിയില്ല. കേസിൽ തണുപ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതിന് പിന്നാലെ നോബിക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഹർജിയിൽ കക്ഷി ചേർന്നു. അതോടെ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയും ഷൈനിയുടെ ഭർത്താവുമായ നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. കേസിൽ വിശദമായ റിപ്പോർട്ട് നൽകുവാൻ ഏറ്റുമാനൂർ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കോടതി ഹർജി പരിഗണിക്കും. മുൻപ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നോബി ലൂക്കോസ് നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പോലീസ് റിപ്പോർട്ട് എതിരായിരുന്നു. ഇതിന് പിന്നാലെയാണ് നോബി സെഷൻസ് കോടതിയെ സമീപിച്ചത്. നിലവിൽ പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ഏറ്റുമാനൂർ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് ശേഷം 8-ാം ദിനം മാത്രമാണ് അറസ്റ്റ് നടപടി ഉണ്ടായത്. തൊടുപുഴ സ്റ്റേഷനിൽ ഗാർഹിക പീഡനത്തിന് ഭർത്താവ് നോബി ലൂക്കോസ്, നോബിയുടെ മാതാവ്, നോബിയുടെ ജ്യേഷ്ഠ സഹോദരനും ജ്ഞാനായ കത്തോലിക്ക സഭയിലെ പാതിരിയുമായ ബോബി സി ബേബി എന്നിവർക്കെതിരെ 1046/2024 ക്രൈം നമ്പറായി FIR രജിസ്റ്റർ ചെയ്ത കേസിൽ IPC 498A, IPC 34 എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആയതിൻ പ്രകാരം തൊടുപുഴ JFMC കോടതി 1 ട്രയൽ ആരംഭിച്ചിരുന്നു എന്നുള്ള വിവരം ആദ്യമായി പുറത്തുവിട്ടതും ITV ന്യൂസ് ആയിരുന്നു. ഈ വിവരം പുറത്തു വന്നതിന് ശേഷം മാത്രമായിരുന്നു നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ 174 വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി നോബിക്കെതിരെ മാത്രമാണ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷൈനിയുടെ വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ഇടവകക്കാരായിക്കോട്ടെ, ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടുന്നത്, ഗാർഹിക പീഡനത്തിന് ഷൈനിയുടെ പരാതിയിൽ തൊടുപുഴ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 1046/24 ക്രൈം നമ്പറായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കേസാണ്. ഈ കേസ് എന്തുകൊണ്ടാണ് ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഏറ്റുമാനൂർ പോലീസ് മുഖവിലേക്കെടുത്തില്ല? ഷൈനിയുടെ അടിനാഭിക്ക് തൊഴിച്ച് കരിവാളിച്ച് കിടന്നതായി പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് വരെയുണ്ട് ഈ കേസിൽ. ആ FIR-ഉം FIS-ഉം എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ പരിഗണിച്ചില്ല? ആയതിൻ പ്രകാരം ഗാർഹിക പീഡനം എന്ന വകുപ്പ് കൂടി ചേർത്ത് ആ കേസിൽ പ്രതികളായ വീട്ടുകാരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. ഏറ്റുമാനൂർ പോലീസ് തൊടുപുഴ സ്റ്റേഷനിൽ ഷൈനിയുടെ പരാതിയിൽ 1046/2024 ക്രൈം നമ്പറായി FIR രജിസ്റ്റർ ചെയ്ത കേസിൽ IPC 498A, IPC 34 എന്നീ വകുപ്പുകൾ ചുമത്തി തൊടുപുഴ JFMC കോടതി 1 പരിഗണനയിലിരിക്കുന്ന കേസിൻ പ്രകാരം നോബിക്കും കുടുംബക്കാർക്കുമെതിരെയും ഗാർഹിക പീഡന നിരോധന വകുപ്പ് അനുസരിച്ച് കേസ് എടുക്കണം. ആ കേസ് നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് നയിക്കത്തക്ക പ്രവർത്തനം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. റോഡിൽ കപ്പലണ്ടി വിൽക്കാൻ നടക്കുന്നവർക്ക് പോലും ഈ സംഗതി കേട്ടാൽ മനസ്സിലാകുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം മനസ്സിലാക്കാത്തത്, പൊട്ടൻ കളിക്കുന്നത്? ഏറ്റുമാനൂർ പോലീസ് മേൽപ്പറഞ്ഞ നിലവിലുള്ള ഗാർഹിക പീഡന കേസ് കൂടി പരിഗണിച്ചില്ലെങ്കിൽ ഇക്കാര്യം ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ എത്തിക്കുവാൻ സന്മനസ്സുള്ളവർക്ക് കക്ഷി ചേരാവുന്നതാണ്. ആരും തയ്യാറായില്ല എങ്കിൽ ITV ന്യൂസ് ഈ കേസിൽ കക്ഷി ചേരും. തൊടുപുഴ സ്റ്റേഷനിലും കോടതിയിലും സകല റെക്കോർഡുകളും ഇത് സംബന്ധിച്ച് ഉണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തില്ലെങ്കിൽ അത് നമുക്കെടുക്കണം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം പാറോലിക്കലിൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് മൂവരും മരിച്ചത്. ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്കൽ റെയിൽവേ സ്റ്റേഷൻ സമീപത്തായിരുന്നു സംഭവം. പള്ളിയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9 മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലായിരുന്നു ഷൈനിയും മക്കളും താമസിച്ചിരുന്നത്. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസും തൊടുപുഴ JFMC 1-ാം കോടതിയിൽ ഷൈനി നൽകിയ ഗാർഹിക പീഡന പരാതിന്മേലുള്ള കേസും നടന്നു വരവെയാണ് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ. കുടുംബപരമായ പ്രശ്നങ്ങളും BSc നേഴ്സായിട്ടും ജോലി കിട്ടാത്തതിൻ്റെ വിഷമങ്ങളും ഒക്കെ ഷൈനിക്ക് ഉണ്ടായിരുന്നു. മരിച്ച അലീനയ്ക്ക് 11 വയസ്സും ഇവാനയ്ക്ക് 10 വയസ്സുമായിരുന്നു പ്രായം. ജ്ഞാനായ കത്തോലിക്ക സഭാംഗമായ റജിയുടെ പ്രതികരണം കേൾക്കുക. എൻ്റെ പേര് റജി കിഴവള്ളിൽ, കോതമല്ലൂർ, സെന്റ് മേരീസ് തുവാനിസ. സെന്റ് മേരീസ് ഇടവക്കാരനാണ് ഞാൻ. എനിക്ക് പറയാനുള്ളത്, ഈ ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഷൈനിയുടെ ഭർത്താവിനെ ഒരു 12 വർഷം ശിക്ഷിക്കണം. അതുപോലെ തന്നെ ഈ പാതിരിയായ ബോബി അച്ഛനെ
ഒരു ചോദ്യം പോലും പോലീസ് ചെയ്തില്ലോ? കസ്റ്റഡിയിൽ വെച്ച് ഒരു ചോദ്യം ചെയ്തെങ്കിലും വേണ്ടേ? അതിന് പോലും ഈ പോലീസുകാർക്ക് പറ്റത്തില്ലേ? ഈ അച്ഛന്മാരുടെ പൈസ മേടിച്ച് പോലീസുകാർ വരെ മറിഞ്ഞു പോവാണോ? ഇനി ആർക്കാ പൈസ വേണ്ടേ? ഈ പൈസ വേണമെങ്കിൽ ഇഷ്ടം പോലെ ജ്ഞാനായ മക്കൾ വെളിയിൽ രാജ്യങ്ങളിലുണ്ട്. അവർക്ക് അവരുടെ ഈ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറയും. അവർ ഇഷ്ടം പോലെ പൈസ വേണമെങ്കിൽ തരും. ഇത് പൊക്കണം. ഇത് പൊങ്ങിയേ പറ്റുള്ളൂ. ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടിയേ പറ്റുള്ളൂ. ഈ ഷൈനിയും മക്കൾക്കും നീതി കിട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാര് നൂറ് നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയേണ്ടത്. ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളൂ. അതായത് ഇതിനു മുമ്പ് ഗാർഹിക പീഡനത്തിന് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും തൊടുപുഴ കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുക. ഗാർഹിക പീഡനത്തിനുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സഹിക്കാൻ വയ്യാതെ ഇവർ ഈ ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് എന്തുകൊണ്ട് ഈ ഇടവാംഗങ്ങളോ സഭാംഗങ്ങളായ നിങ്ങളോ ഒന്നും പോലീസിനോട് ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നില്ല? ഇത്ര വലിയ കൃത്യവിലോപമാണ് നടന്നിരിക്കുന്നത്. ഓൾറെഡി FIR ഇട്ട ഗാർഹിക പീഡനത്തിന് FIR ഇട്ടേക്കുന്ന ഒരു കേസിൽ എന്തുകൊണ്ട് ആ ഒരു വകുപ്പ് പോലും ഇപ്പോൾ ഇടുന്നില്ല? വെറും ആത്മഹത്യാ പ്രേരണ മാത്രം. അത് സഭയെ പേടിച്ചാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കൊരു സഭയും പേടിയില്ല. നമ്മളെന്തിനാ പേടിക്കുന്നത്? സഭയുടെ നിലയ്ക്ക് നിൽക്കട്ടെ, അത് ആവശ്യമാണ്. പക്ഷേ സഭ ഒരു അച്ഛന് വേണ്ടി കോടികൾ മുടക്കി ഇത് ഇല്ലാതെയാക്കാൻ പാടില്ല. സൈനിക്കും മക്കൾക്കും നീതി കിട്ടിയേ പറ്റുള്ളൂ. അത് ഉറച്ച വിശ്വാസത്തോടു കൂടി പറയുക. ഇപ്പൊ വിശ്വാസികളുടെ ഒരു നിലപാടെന്താ? സാധാരണഗതിയിൽ സഭയോടൊപ്പമായിരിക്കും എല്ലാ പ്രാവശ്യവും എല്ലാ കേസുകളും, ഇത്തരത്തിലുള്ള കേസുകളുണ്ടാകും. അഭയ കേസ് ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസികൾ എന്ന് പറയുന്നത് സഭയോടൊപ്പം നിന്നിട്ടുള്ളത്. ഈ ഷൈനിയുടെ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസികളുടെ ഒരു നിലപാടെന്താ? ലക്ഷക്കണക്കിന് ഷൈനിക്ക് സൈഡായിട്ടാണ് ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഷൈനിക്കും മക്കൾക്കും സൈഡായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സഭയെ പേടിച്ചാണ് ഈ ജനങ്ങൾ മുന്നിട്ടിറങ്ങാത്തത്. അത്രയുള്ള കാര്യം. നിങ്ങൾ ഈ സഭയെ പേടിക്കേണ്ട ആവശ്യം എന്താ? സഭയുടെ ചെലവിലാണോ വിശ്വാസികൾ കിടക്കുന്നത്? എന്തിനു പേടിക്കുന്നത്? ഇവരോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവര് വേണ്ട മന്ത്ര പഠിച്ചിരിക്കണേ അച്ഛന്മാര്. അപ്പോൾ ഏതാണ്ട് 8ന്റെ പണി 18ന്റെ പണിയൊക്കെ കിട്ടുന്ന ഈ വിശ്വാസികൾ പേടിച്ച് ഇരിക്കുന്നത്. ഇവരെന്ത് മന്ത്ര പഠിച്ചിരിക്കണേ? അങ്ങനെ പൊതുജനത്തിനെ വിശ്വസിപ്പിച്ച് ധരിപ്പിച്ചിരിക്കുക. അങ്ങനെ ഒരു പേടി ഈ ഭൂമിയിൽ ജനത്തിനുണ്ട്. നാനായ സമയത്ത് നൂറുകണക്കിന് ഇതുപോലെയുള്ള ദുരിതത്തിൽ അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഒട്ടേറെയുണ്ട്. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനില്ല. അത് എന്തുകൊണ്ടാ? ശുദ്ധ രക്തത്തിൽ പിറന്ന ഈ ജ്ഞാനായക്കാര്, ഈ അച്ഛന്മാര്, ഇവർക്ക് തിരിഞ്ഞു നോക്കണ്ടേ ഈ കുഞ്ഞുമക്കളെ? പള്ളിയിൽ കുർബാന ചൊല്ലി മാത്രം മതിയോ? ഇടവയിലുള്ള കുടുംബങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഈ ഇടവക വികാരി എന്ന് പറയുന്ന അച്ഛന്മാർ ഇറങ്ങിച്ചെല്ലണം. അതാ അവരുടെ കടമ. പിന്നെ എന്തിനാ അവരവിടെ വന്നിരിക്കുന്നത്? കുർബാനപ്പണം മേടിക്കാനും ഒരാൾ മരിച്ചു അത് ഒഫീസിൽ ചെല്ലി രൂപ മേടിക്കാനാണ് അവിടെ ഇരിക്കേണ്ടത്? തിന്നു കുടിക്കാനാണ് ഇരിക്കേണ്ടത്? ഇത് മുന്നോട്ട് തന്നെ പോകണം. അതെല്ലാം ഒറ്റക്കെട്ട് നൂറേലാണ് നിൽക്കുന്നത്. വിശ്വാസികൾ ഇതെല്ലാം തെളിയണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് വിശ്വാസികൾ നിൽക്കുന്നത്. പിന്നെ സഭയെ ഒരു ഭയപ്പാട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വിശ്വാസികൾക്ക്. എന്തിനാ ഭയപ്പെടുന്നത്? ഭയപ്പെടുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോലോ കല്യാണത്തിന് ചെല്ലുമ്പോഴോ മക്കൾക്ക് കുറി തന്നില്ലെങ്കിലോ പെണ്ണിനെ കെട്ടിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയമായിരിക്കും. അങ്ങനെ എല്ലാം ചിന്തിക്കുന്ന മനുഷ്യൻ. ഒരു ഇടവയിലെ അച്ഛനല്ലേ കുടുംബത്തിൽ ഒരു മാമോദിസ നടത്തണം, ആദ്യകുർബാന നടത്തണം എന്ന് വേണ്ട പല കാര്യങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതായിരിക്കും ചിലപ്പം പേടി വരുന്നത് മനുഷ്യന്. അതുകൊണ്ടായിരിക്കാം ജനം മിണ്ടാതിരിക്കുന്നത്. അത് പാടില്ല. ലക്ഷക്കണക്കിന് ആളുകൾ സൈനിയുടെയും മക്കളുടെയും ഭാഗത്ത് കണ്ണുനീങ്ങി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ വിഷയം നിർത്താൻ പാടില്ല. ആര് കുറ്റം ചെയ്തോ അവരെ പ്രതിക്കൂട്ടിലാക്കണം. ഷൈനിയുടെ ഈ സംഭവം തന്നെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ജനം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യം. കാരണം ഇന്നിപ്പോൾ നാട്ടിൽ സംഭവിക്കുന്നതന്നെ പുതിയ വാർത്തകൾ വരുമ്പം പഴയത് പഴകിപ്പോവും. അപ്പം അതിനകത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ നീതിയുടെ ശക്തിയും കുറഞ്ഞു പോകും. അതാണ് ഇന്ന് പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. അത് എന്തുകൊണ്ടോ ഇതിന് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. വേറെ ഒരു പ്രശ്നം വന്ന് ചാടിയിട്ടില്ല അതുകൊണ്ടും കൂടി ആകാം ഇതിന്. കാരണം ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും കൂടിയാണ് ഇതിന്. കാരണം ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് മനുഷ്യനെ അനങ്ങാതെ മൂന്നാം പൊക്കം മറന്നുപോയി, അല്ലെ ഒരാഴ്ച കഴിഞ്ഞപ്പം മറന്നുപോയി എന്ന് എന്നാൽ വരാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ സമയത്ത് അത് പ്രാധാന്യം എന്ന് പറയുന്നതാണ്. അത് ദൈവം ഇതെല്ലാം മനസ്സിലാക്കി
നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് പ്രത്യേകം സാറിന് നന്ദി പറയുന്നു. ഈ കേസിൽ നിന്നും രക്ഷപ്പെടാവുന്ന വെറും ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചാർത്തി ഈ കേസ് അട്ടിമറിക്കുവാൻ അനുവദിക്കരുത്. നോബിയെ മാത്രമല്ല, ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുവരെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം, ഇടപെടണം. അതുപോലെ ഫോൺ പരിശോധനയിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങൾ പോലീസ് പുറത്തുവിടണം. ഈ വിവരങ്ങൾ മുക്കുന്ന പക്ഷം മറ്റ് ഏജൻസികളെ കേസ് ഏൽപ്പിക്കുന്ന കാര്യവും പരിഗണിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.